This news is brought to you by സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ 75-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ചെറുപുഴ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് സ്മരണയും ആദരവും അനുമോദനവും സംഘടിപ്പിച്ചു. വായനശാല പാർക്കിൽ നടന്ന പരിപാടിയിൽ വൈവിധ്യമാർന്ന ചടങ്ങുകളാണ് അരങ്ങേറിയത്. രാവിലെ 11 മണിക്ക് നടന്ന ചിത്ര പ്രദർശനത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. വൈകുന്നേരം നടന്ന ഉദ്ഘാടന സമ്മേളനം ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലൈസാമ പനക്കൽ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് വി കൃഷ്ണൻ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ ഭരണഘടനയും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ ഗ്രന്ഥശാല കൗൺസിൽ ജില്ലാ കമ്മിറ്റി അംഗം സുരേഷ് കുമാർ KV ക്ലാസ് നയിച്ചു. ചടങ്ങിൽ വെച്ച് ആദ്യകാല വായനശാല പ്രവർത്തകർ, പ്രാദേശിക സാഹിത്യകാരന്മാർ, മുതിർന്ന അംഗങ്ങൾ, മികച്ച വായനക്കാർ എന്നിവരെ ആദരിച്ചു. ഇന്ത്യൻ കരാട്ടെ അക്കാദമിയും വായനശാലയും സംയുക്തമായി നടത്തിയ കരാട്ടെ മത്സര വിജയികൾക്ക് അനുമോദനവും നൽകി. KC ലക്ഷ്മണൻ, TV ജ്യോതി ബാസു, J സെബാസ്റ്റ്യൻ, സുലേഖ വിജയൻ, P പത്മനാഭൻ എന്നിവർ ആശംസകൾ നേർന്നു. വായനശാല സെക്രട്ടറി K ദാമോദരൻ മാസ്റ്റർ സ്വാഗതവും എക്സിക്യൂട്ടീവ് അംഗം മാത്യു മുകുളേൽ നന്ദിയും രേഖപ്പെടുത്തി. ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. പിന്നെ കേരള വ്യാപാരി വ്യവസായി സമിതിയുടെ ഭാരവാഹി ശശി, MP ശശി ഇവിടെ എത്തിയിട്ടുണ്ട്. ശശിയെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എത്രത്തോളമാണ് ഈ രാജ്യത്ത് ഉപകാരപ്രദമായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. കുറച്ച് പുസ്തകങ്ങളും ഒരു ചെറിയ മുറിയും, ആ മുറിയിൽ വായിക്കാൻ പോലും ഇരിക്കാനുള്ള സൗകര്യം ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ നാട്ടുകാർ സമാധാനം പോലെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചെറിയ റൂമും അതുപോലെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു കെട്ടിടവും ഒക്കെയായി തുടങ്ങിയിട്ടുള്ള വായനശാല നമ്മുടെ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ രീതിയിൽ നടത്തപ്പെടുന്ന വായനശാലകളിൽ ഒന്നായി A+ നേടിക്കൊണ്ട് മുന്നോട്ട് നയിക്കുന്നു. അപ്പം നമുക്കറിയാം, ഇന്ന് സാങ്കേതിക വിദ്യകൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നടക്കുന്നത്, നമ്മൾ ജീവിക്കുന്നത്. അറിവുകൾ നമ്മുടെ വിരൽത്തുമ്പിലുണ്ട്. എന്നാൽ പോലും പുസ്തകങ്ങളിലൂടെ കിട്ടുന്ന അറിവുകൾ അതിലേറെ പ്രാധാന്യമുള്ളവയാണ്. അറിവിൻ്റെ വെളിച്ചം പരത്തുന്ന വായനശാലകൾ സമൂഹത്തിൻ്റെ സാംസ്കാരിക കേന്ദ്രങ്ങളാണ്. ഇന്നും കുട്ടികൾ മുതൽ ഇന്ന് ഫോണിലൂടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളെ നമ്മൾ വായനശാലകളിലേക്ക് അടുപ്പിക്കണം. ആ വായന കൊണ്ട് കിട്ടുന്ന അറിവ് ഏറ്റവും വലുതാണ്. നല്ല കുട്ടികളാക്കി നമ്മുടെ യുവതലമുറയെ നല്ല പൗരന്മാരാക്കി വളർത്തിയെടുക്കാൻ ഓരോ വായനശാലകൾക്കും സാധിക്കണം. അതിനോടൊപ്പം തന്നെ നമുക്കറിയാം, ജാതിക്കും മതത്തിനുമൊക്കെ ജാതി മതമൊന്നുമില്ലാതെ അതിനെല്ലാം ഉപരിയായി ഏക മനസ്സോടെ എല്ലാവരും സമ്മേളിക്കുന്ന ഒരിടമാണ് വായനശാല. അവിടെ പ്രായഭേദമില്ല. എല്ലാവർക്കും, മുതിർന്നവർക്കും കൊച്ചുകുട്ടികൾക്കും എല്ലാം പോയിരുന്ന് വായിക്കുന്നതിനുള്ള ഒരു സൗകര്യപ്രദമായ ഒരു ശാലയാണ് വായനശാല. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളെ ഇന്ന് നമ്മൾ വായനശാലകളിലേക്കൊന്നും അങ്ങനെയൊന്നും അധികം ആരും കൊണ്ടുപോകാറില്ല. പുസ്തകങ്ങൾ വീട്ടിലെത്താറില്ല. ഇത്രയും വർഷക്കാലം ഈ വായനശാലയുടെ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് നമ്മുടെ നാടിന് ഏറെ ഭംഗീയമായിട്ടുള്ളത്. ഈ അവസരത്തിൽ മുന്നോട്ടുള്ള വായനശാലയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അതോടൊപ്പം തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വായനശാലയുടെ ഒരു ഉപഭോക്താക്കളാക്കിക്കൊണ്ട്, നമുക്കറിയാം കുഞ്ഞുങ്ങൾ വായിച്ചെങ്കിൽ മാത്രമേ അവർക്ക് അറിവ് കിട്ടുകയുള്ളൂ. അപ്പോൾ നല്ലൊരു വായനക്കാരായി നമ്മുടെ കുഞ്ഞുങ്ങളെ മാറ്റിയെടുക്കാൻ നമ്മൾ അമ്മമാർക്ക് അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അത്രമാത്രം ഹൃദയബന്ധമുള്ളവരുടെ ഒരു സജീവമായ സാന്നിധ്യമാണ് ഈ പരിപാടിയുടെ ഒരു വലിയ സൗന്ദര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. രാമപെരുമാൾ സൂചിപ്പിച്ചതുപോലെ ദീർഘമായ ഒരു വിഷയത്തെ പരമാവധി ചുരുക്കി എങ്ങനെ പറയാൻ പറ്റും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. മൊത്തത്തിലൊരു അക്കാദമിക വിഷയമാണ്. കഥകളോ ഉപകഥകളോ തമാശകളോ പറഞ്ഞ് നമുക്ക് സദസ്സിനെ കയ്യിലെടുക്കാനും സാധിക്കില്ല. അതുകൊണ്ട് ഭരണഘടനയെപ്പറ്റി, അതിൻ്റെ പ്രസക്തിയെപ്പറ്റി, നിലവിലുള്ള അതിൻ്റെ ഒരു വെല്ലുവിളിയെ സംബന്ധിച്ച് ഹ്രസ്വമായി ഒന്ന് പരാമർശിച്ചു പോകാൻ വേണ്ടി മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഈ കൂട്ടത്തിലിരിക്കുന്നവരെ
നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം. നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാ ഗോൾഡ്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.